അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭൂമിയിൽ അവന്റെ നിയമങ്ങളും അവന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. വിശ്വാസികളായ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഉൾക്കൊണ്ടിട്ടുള്ള ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഹികവും പാരത്രികവുമായ ജീവിതം വിജയിക്കാൻ, അല്ലെങ്കിൽ ദുന്യവിയും മുഖറവിയുമായ ലോകത്തെ നേട്ടമുണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള വഴികളിലൂടെ പൂർണ്ണമായും നിലകൊണ്ടാലേ ആഖിറത്തിൽ രക്ഷപ്പെടുള്ളൂ, ദുനിയാവിലും രക്ഷപ്പെടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു വഴിയെ, ഇബ്ലീസിന്റെ വഴി, പിശാചിന്റെ വഴി, അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴി, ളലാലത്തിന്റെ വഴി, ആ വഴി ആരെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ്ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. വിശ്വാസികളായ ആളുകളെ, അല്ലാഹുവിന്റെ അടിമകളെ, പരിപൂർണമായും ഈമാൻ ഖൽബിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ്ശൈത്താൻ. പരിപൂർണമായും നിങ്ങൾ മുസ്ലിമായി ജീവിക്കണേ. അല്ലാഹുവിന്റെ കൽപ്പന അതാണ്, റബ്ബിന്റെ ആഗ്രഹം അതാണ്. മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി വിട പറയുക. ഈ ലോകത്ത് ജീവിക്കുമ്പോ മുസ്ലിമായ അതിന്റെ മുസ്ലിമിന്റെ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ അടയാളങ്ങളെ, ചിഹ്നങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ പരിപൂർണ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ഐഡന്റിറ്റി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഹൃദയബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. റബ്ബല്ലാതെ മറ്റൊന്നും അവന്റെ ഹൃദയത്തിലില്ല, അല്ലാഹു അല്ലാത്ത മറ്റൊന്നും അവന്റെ നാവിലില്ല, അല്ലാഹു അല്ലാത്ത മറ്റൊന്നും അവന്റെ കണ്ണിലില്ല, അല്ലാഹു അല്ലാത്ത മറ്റൊന്നും അവന്റെ ജീവിതത്തിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എന്തെല്ലാം നേട്ടങ്ങളും സുഖന്തെല്ലാം സൗകര്യങ്ങളും അല്ലാഹു അവന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അവിടെയെല്ലാം ആ സൗകര്യങ്ങളെക്കാളേറെ അപ്പുറത്തേക്ക് അവൻ ചിന്തിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ദുനിയാവിൽ അല്ലാഹു അനുഗ്രഹങ്ങളായി ചെയ്തു കൊടുത്തിട്ടുള്ള ബന്ധങ്ങളെ, അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുള്ള മേഖലകളെ ഓരോന്നും എടുത്തു പറഞ്ഞു. മാതാപിതാക്കളെ പറഞ്ഞു, മക്കളെ പറഞ്ഞു, അതുപോലെ തന്നെ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളെ പറഞ്ഞു, കുടുംബാംഗങ്ങളെ പറഞ്ഞു, നമ്മളൊക്കെ അധ്വാനിക്കുന്ന കച്ചവട മേഖലകളെ പറ്റി പറഞ്ഞു, കണ്ണഞ്ചിപ്പിക്കുന്ന നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത്തരം സൗകര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാളും ഈ സൗകര്യത്തിനേക്കാളപ്പുറം നമ്മുടെ കൽബിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അല്ലാഹു വ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ
പരസ്യപ്പെടുത്താനാണല്ലോ മശായിഖുമാര് ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണല്ലോ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ നമ്മൾക്ക് നേതൃത്വം നൽകിയത്. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണല്ലോ മഹാനരായ ശംസുൽ ഉലമ കടന്നു വന്നത്. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണല്ലോ ചെറുശ്ശേരി ഉസ്താദ് നമ്മളിലേക്ക് കടന്നു വന്നത്. ആ റബ്ബിനെ പരിചയപ്പെടുത്താനാണല്ലോ ഉമർ അലി ശിഹാബ് തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും അല്ലാഹുവിന്റെ മഹത്തുക്കളായ സാദാത്യങ്ങളാകുന്ന പണ്ഡിത മഹത്തുക്കളാകുന്ന ആളുകള്, കേരളക്കരയിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകള്, ഇന്ന് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും പ്രഭ പരത്തിക്കൊണ്ട് മഹിതമായ സമസ്തയുടെ നേതൃത്വ പദവിയിൽ ഇരിക്കുന്ന മഹത്തുക്കളായ ആളുകള്, ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന മാർഗമേതാണ്? അവരെല്ലാവരും നമ്മെ ക്ഷണിച്ച വഴിയേതാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നേരിന്റെ വഴിയിലേക്കാണ്, സത്യത്തിന്റെ വഴിയിലേക്കാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട വഴിയിലേക്കാണ് അവർ നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ക്ഷണിച്ച വഴിയാണത്. മഹത്തുക്കളായ സ്വഹാബിമാര് ക്ഷണിച്ച വഴിയാണത്. ഖുലഫാഉർ റാഷിദീങ്ങളെ ക്ഷണിച്ച വഴിയാണത്. മഹത്തുക്കളായ ബദ്രീങ്ങളെ ക്ഷണിച്ച വഴിയാണത്. ആ മഹിതമായ വഴിയാണ് നിരന്തരം നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഏതാണ് നേരിന്റെ മാർഗമെന്നുള്ളത്? അത് അമ്പിയാക്കൾ കടന്നുപോയ വഴിയാണ്. സിദ്ദീഖീങ്ങളും ശുഹദാക്കളും കടന്നുപോയ വഴിയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നലകളിൽ ആ വഴിയിലൂടെ സഞ്ചരിച്ചു പോയ ആളുകൾ അവർ ഈ ലോകത്ത് എത്രമാത്രം ആശ്വാസവും സമാധാനവും ആസ്വദിച്ചു പോയവരാണെന്നറിയുമോ? എന്തുമില്ലാതെ ഈമാനിന്റെ മാധുര്യം അവർ ആസ്വദിച്ചു പോയിട്ടുണ്ടെന്നറിയുമോ? ചരിത്രങ്ങളിലേക്ക് കടക്കാൻ നേരമില്ല. അവരെ ഖൽബ് കൊണ്ട് അല്ലാഹനെ കണ്ടവരാണ്, അറിഞ്ഞവരാണ്, അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്തവരാണ്. പക്ഷേ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ പ്രഭാതോദയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ കോവിഡ് വരുന്നതിന് മുമ്പ് പള്ളിയുമായി ബന്ധമുണ്ടായിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് അള്ളാഹുവായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് ദിക്റുകളും സ്വലാത്തുകളുടെയും മജ്ലിസുകളിൽ വന്നിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് നല്ലതുപോലെ ദാനം ചെയ്തിരുന്ന ആളുകള്, കോവിഡ് വരുന്നതിന് മുമ്പ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന ആളുകള്, ഇന്നിതാ ഇടക്കാലത്ത് വെച്ചിട്ടുള്ള 1 വർഷത്തെ 1.5 വർഷത്തെ 2 വർഷത്തോളമുള്ള പിടിമുറുക്കിയിട്ടുള്ള ആ രോഗം നമ്മെ വല്ലാതെ പിടികൂടിയപ്പോ, രോഗം നമ്മെ വല്ലാതെ തളർത്തിയപ്പോ പലരുടെയും ഈമാൻ ശോഷിച്ചു പോയിരിക്കുകയാണ്, വൈകല്യം വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഞാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്. ദിനേന ഈ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കണേ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ മറന്നുകൂടാ. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഈ ദുആ വിശ്വാസികളായ ആളുകളെ മറക്കാൻ പാടുള്ളതല്ല. ഈ ദുആ നിർവഹിക്കാതെ പള്ളിയിൽ നിന്ന് എണീച്ചു പോകാൻ പാടില്ല, മുസല്ലയിൽ നിന്ന് എണീച്ചു പോകാൻ പാടില്ല. ഉമ്മമാരെ,
നിരന്തരം അല്ലാഹുവായിട്ട് ഹൃദയബന്ധം സ്ഥാപിച്ചിരുന്ന എത്രയോ മഹതികളാകുന്ന ഉമ്മമാരുടെ കാലഘട്ടം പോയില്ലേ? ഇന്നത്തെ സമുദായത്തിലെ കഥ പറയാനുള്ളത് ശരീരം മറക്കാതെ, മുഖം മറക്കാതെ, മാറ മറക്കാതെ, മുടി മറക്കാതെ സമുദായത്തിന്റെ മുന്നിൽ ഔറത്തിന്റെ ഭാഗം മുഴുവനും തുറന്നു കാണിച്ചുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണയിലൂടെ സമുദായത്തെ പിച്ചു ചീന്തുന്ന ദുസ്വഭാവികളായ ഉമ്മമാരെയാണ് ഒരു ഭാഗത്ത് കാണാൻ കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇന്നലകളിലുള്ള ചെറുപ്പക്കാരികളായ മക്കള്, പുരയിൽ വളർന്നുകൊണ്ടിരുന്ന മക്കള് 18, 20, 22, 25 മരണം വരെ അവരവരുടെ വീടുകളിൽ കഴിയുമ്പോ, കുടുംബത്തോടെ കഴിയുമ്പോ, കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോ ഇസ്ലാം പഠിപ്പിച്ച നാണത്തിന്റെ വഴിയില്, ലജ്ജയുടെ വഴിയിലായിട്ട് ആ ഉത്കൃഷ്ട സ്വഭാവത്തെ ഉൾക്കൊണ്ടിട്ടാണ് ഇന്നലകളിലുള്ള പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇന്ന് പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ മയക്കുമരുന്നിന്റെ അടിമകളാവുകയാണ് പെണ്ണുങ്ങള്, വിൽപ്പനക്കാരാവുകയാണ് പെണ്ണുങ്ങള്. സ്കൂൾ, കോളേജ്, ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന, നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് പർദ്ദ ധരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നു പോകുന്ന പെൺമക്കള് ടൗണുകളിലേക്ക് ഇറങ്ങിയാൽ, ബസ്സുകളിൽ കയറിയാൽ, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവിടെയെല്ലാം മയക്കുമരുന്നിന്റെ ഏജന്റുകളായി മാറുമ്പോ ഇന്നലകളിൽ വളർന്നു വന്നിരുന്ന നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുടുംബത്തിലുള്ള 15, 16, 18 വയസ്സുള്ള ചെറുപ്പക്കാര് അറിയണേ, ഉപ്പാനെ പേടിയുള്ളവര്, ഇക്കാക്കാനെ പേടിയുള്ളവര്, ഉപ്പാന്റെ കുടുംബത്തെ പേടിയുള്ളവര്, നാട്ടിൽ മുതിർന്നവരായ ആളുകളെ പേടിയുണ്ടായിരുന്നവര്, എവിടെ കണ്ടാലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ എന്റെ കുടുംബം എന്നെ ചോദ്യം ചെയ്യുമല്ലോ, ഉപ്പാന്റെ മുന്നിൽ പെട്ടുപോകുമല്ലോ, ഇക്കാക്കാന്റെ മുന്നിൽ പെട്ടുപോകുമല്ലോ, അതിനെല്ലാം അപ്പുറം എനിക്കൊരു മരണമുണ്ടല്ലോ, ആ മരണത്തോടുകൂടെ ഞാൻ മശ്റയിൽ പോകേണ്ടവനാണല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കേണ്ടവനാണല്ലോ. ഈ വിശ്വാസത്തിലൂടെ കടന്നു പോയിരുന്നൊരു കാലഘട്ടമെല്ലാം അസ്തമിച്ചു പോയില്ലേ? ഏത് പതിനായിരത്തും പുറയിലേക്ക് വരുമ്പോ 18 വയസ്സുള്ളവന്, 25 വയസ്സുള്ളവന്, 30 വയസ്സുള്ളവന് വീട് തുറന്നു കൊടുക്കുന്നത് ഉമ്മയാണ്. ഇതുവരെ എവിടെയായിരുന്നു എന്ന് പോലും ചോദിക്കാൻ ഉമ്മാക്ക് നാവനങ്ങുന്നില്ല, ഉപ്പ അറിഞ്ഞതുപോലെ ഭാവിക്കുന്നില്ല, മക്കളെ ചോദ്യം ചെയ്യാൻ പറ്റൂല. ചെയ്യുന്ന കച്ചവടം മയക്കുമരുന്നാണ്, കഞ്ചാവിന്റെ അടിമയാണ്. പ്രിയപ്പെട്ടവരെ, പകൽ മാന്യനായി ജീവിക്കുകയും പാതിരാ നേരത്തെ ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന കുടുംബമായി ഇന്നത്തെ ഇസ്ലാമിന്റെ, മുസ്ലിമിന്റെ കുടുംബം മാറുമ്പോ ദുആ ചെയ്യാൻ മറക്കല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഉമ്മത്തിന് വളരെ മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഈ ദുആ നിർവഹിക്കാതെ മുസല്ലയിൽ നിന്ന് എണീക്കാൻ പാടില്ല, ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് എണീച്ചു പോകാൻ പാടില്ല. ഈ ദുആ അനിവാര്യമാണ്. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസിയ്യത്ത് ചെയ്ത പ്രാർത്ഥനയാണ്. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഇതുവായി വിശ്വാസികളെ മറക്കല്ല, കാരണം കൽബിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം കെട്ടുപോവുകയാണ്, ഇഖ്ലാസ് വഴിമാറുകയാണ്, ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് വലാലത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയാ. 10, 11, 12 കൊല്ലത്തോളം പരിശുദ്ധമായ ദീനീ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്നിട്ട് പോലും സുബ്ഹാനല്ലാഹ് സുന്നത്ത്
സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം വേണ്ടതുപോലെ കൈമുതലാക്കിയിട്ട് വഹിതമായ ഖുർആനിന്റെ വചനങ്ങളും അതിന്റെ ഉൾസാരവും അതിന്റെ വ്യാഖ്യാനവും പരിശുദ്ധമായ ഹദീസിന്റെ ഉൾസാരവും അതിന്റെ വ്യാഖ്യാനവും എല്ലാം വേണ്ടതുപോലെ നല്ല ഉസ്താദുമാരുടെ നാവിൽ നിന്ന് കേട്ട് പഠിച്ചു വളർന്നിട്ട് 12 കൊല്ലം കഴിഞ്ഞപ്പോ ചിന്തകൾ മാറുന്നു, യുക്തിവാദത്തിലേക്ക് അവന്റെ ചിന്തകൾ നീങ്ങുന്നു, സ്വതന്ത്ര ചിന്താഗതിക്കാരനായി മാറുന്നു. ആലോചിക്കണേ, ഈമാൻ അല്ലാഹുവിന്റെ കയ്യിലാണ്, ഹിദായത്ത് റബ്ബിന്റെ കയ്യിലാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ മൻ യശാ. അറിയില്ല കൂട്ടരെ, തലേകെട്ട് കെട്ടി വന്നിട്ട് ഇതുപോലെയുള്ള വാഴ്വ് പറഞ്ഞിട്ട് നിങ്ങൾ തരുന്നതും വാങ്ങിയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഏത് വഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത കാലമാണ്. വിശ്വാസങ്ങൾക്ക് വൈകല്യങ്ങൾ വന്നുപോയ പോകുന്ന കാലമാണ്. ചെറിയ ചെറിയ നിസ്സാരമായ സംശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹനെ കുറിച്ചുകൊണ്ടുള്ള അല്ലാഹനെ കുറിച്ചുകൊണ്ട് സംശയം വർദ്ധിച്ചു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് സംശയം വരുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ നിന്ന്, ഈമാനിന്റെ വഴിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടുപോകുന്ന തെറ്റിന്റെയും തെമ്മാടിത്തരത്തിന്റെയും വഴിയിലേക്ക് ചിന്തകളെ എത്തിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ കാണുകയും വായിക്കുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്ത് അറിയണേ, നിരന്തരം ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക. പടച്ചവനെ, നിന്നെ ഓർമ്മിക്കാൻ, നിന്നെ ഓർക്കാൻ നിരന്തരം അല്ലാഹ് എന്നുള്ള ചിന്തകളിലായിട്ട് എന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ എന്നെ നീ സഹായിക്കണേ അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾക്ക് കഴിയണം. അത് വെറുങ്ങനെ ദിക്ർ ചൊല്ലി ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ മാത്രമല്ല, ദിക്റിലൂടെ മാത്രമല്ല അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയില്ല എങ്കിലും അല്ലാഹനെ അങ്ങനെ ഓർക്കുക. എന്റെ പടച്ചോൻ, എന്നെ സഹായിക്കുന്ന പടച്ചവൻ, എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന എന്റെ പടച്ചവന് ടെൻഷൻ ഉണ്ടാകുമ്പോ, കടങ്ങൾ ഉണ്ടാകുമ്പോ, ആരോഗ്യത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ അപ്പോഴും ആലോചിക്കണം, അല്ലാഹ് ഇതുവരെ എന്റെ റബ്ബെന്നെ കൈവിട്ടിട്ടില്ലല്ലോ, എന്റെ റബ്ബെന്നെ വെറുതെയാക്കിയില്ലല്ലോ. എന്റെ മക്കൾക്ക് തീറ്റ കൊടുക്കാൻ, മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ, അതേപോലെ തന്നെ ഭാര്യയെ പോറ്റാൻ, അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ, നല്ലൊരു വീടുണ്ടാകാൻ, അതുപോലെ തന്നെ എല്ലാ രീതിയിലും എന്റെ റബ്ബെന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടക്കാലത്തൊരു അസുഖം വന്നപ്പോ അല്ലാഹനെ മറക്കുന്നില്ല, പടച്ച റബ്ബിനെ ഓർമ്മിക്കുകയാണ്. ടെൻഷൻ കൂടിയ കാലമാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഇന്ന് ടെൻഷനാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഇന്ന് ടെൻഷൻ. താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഇന്ന് ആധുനിക ലോകത്തെ കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളോടായി മാറുകയാണ്. അവരെ ചോറുന്നില്ല, അവരെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്യിപ്പിക്കുന്നില്ല, അവരെ കിഡ്നിയെയോ ഹാർട്ടിനെയോ പ്രവർത്തിപ്പിക്കുന്നില്ല. നീ ഉറങ്ങുന്ന നേരത്ത് പോലും ഉറങ്ങാതെ നിന്റെ അടുത്ത് വന്ന് നിന്നെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിക്കാൻ ഈ കളിക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നവരാക്കും പറ്റൂല. അവിടെ ആരേ ഉള്ളൂ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. എന്തേ ഖുർആൻ പറഞ്ഞത്? പടച്ചോൻ മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ. അവന്റെ സഹായമല്ലാതെ ഒരു സഹായവും
ഇല്ല ഇല്ല, ലഭിക്കുകയില്ല. മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ ടെൻഷൻ ഉണ്ടാകും, ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാനുള്ളത് ടെൻഷൻ മാത്രമാണ്. ഉസ്താദേ എന്താണെന്നറിയില്ല, മനസ്സ് വല്ലാതെയാണ്. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എന്താണെന്നറിയില്ല, സമാധാനമില്ല. വീട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ടാണ് പുറത്തുപോയി ജോലി ചെയ്യുന്നത്, അവിടെയും ആശ്വാസമില്ല. ഗൾഫിൽ പോയി അവിടെ നിന്നും വിളിച്ച് മെസ്സേജൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇല്ല, ടെൻഷനാണ്. പടച്ചുറബിനെ ഓർമ്മിക്കണേ. ഏതൊരു ടെൻഷനും മാറാനുള്ള മാർഗമേതാണ്? അല്ലാഹുവിനെ ഓർക്കലാണ്. ആ റബ്ബിനെ ഓർക്കുന്ന നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സമാധാനം കടന്നു വരും. ഇതുവരെ എനിക്ക് കാഴ്ച തന്ന അല്ലാഹു, കേൾവി തന്ന അല്ലാഹു, കൈകാലുകൾക്ക് ആരോഗ്യം തന്ന അല്ലാഹു, പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ അകത്തും പുറത്തും കാണുന്ന അത്ഭുതമാകുന്ന ഈ സൃഷ്ടിയെ ഈ നിലയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് പരിപാലിച്ചു കൊണ്ട് നിലനിർത്തുന്ന അല്ലാഹു, അവനെത്ര ഉന്നതനാണ്, അവനെത്ര മാത്രം കഴിവുള്ളവനാണ്. അവനൊരിക്കലും നമ്മെ കൈവിടൂല. അല്ലാഹുവിനെ ഓർക്കുന്ന നേരത്ത് പടച്ച റബ്ബൊരിക്കലും നമ്മെ കൈവിടൂല. ടെൻഷൻ അടിക്കേണ്ടവരല്ല വിശ്വാസികള്. വിശ്വാസികൾക്ക് ടെൻഷനില്ല. ടെൻഷൻ ആഖിറത്തിന്റെ കാര്യത്തിലാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ കാര്യത്തിലാണ്, ബർസഖി ലോകത്തുള്ള അവസ്ഥകളെ കുറിച്ചോർത്തിട്ടാണ്. അതേപോലെ തന്നെ സിറാത്ത് പാലത്തിലൂടെയുള്ള കടത്തത്തെ കുറിച്ചാണ്, സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നതിനെ കുറിച്ചാണ്, അള്ളാന്റെ മുമ്പിൽ നിൽക്കുമല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഭയവിഹലമായ കോടതിയില് കോടാന ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന വേളയില് ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും അല്ലാ പെട്ടുപോവുക എന്നതിനെ കുറിച്ചുകൊണ്ടുള്ള പേടിയാണ്. ഈ പേടിയല്ലാതെ ദുനിയാവിലൊരു ടെൻഷൻ വിശ്വാസിക്കില്ല. ഉമ്മമാരെ, വിശ്വാസം രൂഢമൂലമായിട്ടുണ്ട് എങ്കിൽ, വിശ്വാസം ഉറച്ച വിശ്വാസമാണ് എങ്കിൽ ടെൻഷനില്ല. നിങ്ങൾക്കറിയുമോ, ലോകത്തെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടിയിരുന്നത് ആരാണ്? ചെറുപ്പത്തിലെ ഉപ്പയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, കുഞ്ഞിളം പൈതലായി വീട്ടുമുറ്റത്ത് കളിപ്പാട്ടങ്ങളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇളം പ്രായത്തില് 6 വയസ്സുണ്ടാകുമ്പോ ഉമ്മയും വിട പറഞ്ഞു. ഉമ്മാന്റെ തണല് കിട്ടാതെ വളർന്നു വരുന്ന മക്കള് എത്രമാത്രം ടെൻഷനും പ്രയാസവും അവർക്കുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഉമ്മാന്റെ തലോടലില്ലാതെ വളർന്നു വരുന്ന മക്കള്, ഉമ്മാന്റെ ലാളനയില്ലാതെ വളർന്നു വരുന്ന മക്കള് ചോദിക്കാനും പറയാനും പ്രയാസം നേരിടുമ്പോ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞറിയിക്കാൻ ഒരു പെങ്ങളില്ല, ജ്യേഷ്ഠനിജ സഹോദരങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, ആ വഴിയിലൂടെയായി വളർന്നു വന്നു. പ്രവാചകത്വ പദവി അങ്ങ് ലഭിക്കുന്നു, ഒറ്റപ്പെടുന്നു. കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, ഇന്നലകളിൽ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നവരിൽ നിന്ന് എല്ലാ നിലയിലും ഒറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ചീത്തവാക്കുകൾ കേൾക്കേണ്ടി വന്നു, അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നു, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. സ്ത്രീലമ്പടനാണെന്ന് പോലും വിളിച്ചു, ഭ്രാന്തനാണെന്ന് പോലും വിളിച്ചു കളിയാക്കുന്നു. കൊച്ചുകുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു, നാട് കടത്തുന്നു. സ്വന്തം പിറന്നു വീണ മണ്ണില് പോലും ജീവിക്കാനുള്ള അനുവാദം പോലും നിഷേധിക്കപ്പെട്ടു.
കുടുംബത്തിന്റെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാൻ പറ്റൂല, കുടുംബത്തിന്റെ അടുത്ത് ചെന്ന് മിണ്ടാൻ പറ്റൂല, അടുത്തുപോയി ഒന്ന് ചിരിക്കാൻ പറ്റൂല, ഇടപാടുകളില്ല, ക്രിയവിക്രയങ്ങൾ നടത്തിക്കൂടാ, എല്ലാ നിലയിലും ഒറ്റപ്പെടുകയാ. ആടുകളും മാടുകളും തിന്ന് ചവച്ചരച്ചു തുപ്പാറുള്ള പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് മാസങ്ങളോളം വർഷത്തോളം കഴിയേണ്ടി വന്നു. അവിടെയിലൂടെ ടെൻഷൻ അടിച്ചു. സുബ്ഹാനല്ലാഹ്, വിവാഹം കഴിഞ്ഞിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സന്താനങ്ങളൊന്നും അവിടുത്തെ കൈപിടിച്ചിട്ട് വളർന്നു വരുന്നില്ല. മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ നിലയിലും ലോകത്ത് ടെൻഷൻ അടിക്കേണ്ടിയിരുന്നത്, എല്ലാ നിലയിലും ലോകത്തെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ടത് ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുനാ റസൂലുള്ളാഹ്. അവർ ലോകത്ത് അനുഭവിച്ച പീഡനങ്ങള്, യാതനകള്, മർദ്ദനങ്ങള്, ബുദ്ധിമുട്ടുകള്, ടെൻഷനുകള് ഇല്ല കൂട്ടരെ, ദുനിയാവിൽ ഇന്ന് വരെ ഒരാളും അനുഭവിച്ചിട്ടില്ല, ഇനി ഒട്ടും ഒരാളും അനുഭവിക്കാൻ പോകുന്നുമില്ല. അതിനു മാത്രം പ്രയാസങ്ങൾ നേരിട്ട, തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതിക്കൊടുത്തില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്. അറിയണേ, നിങ്ങളെ അല്ലാഹു ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, അവോയ്ഡ് ചെയ്തിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല. ടെൻഷൻ അടിക്കേണ്ടതില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബ്ബിനോടുള്ള വിശ്വാസം സുദൃഢമാവുകയും ആ വിശ്വാസം ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിലൂടെ അല്ലാഹുവിന്റെ സ്മരണ മനസ്സിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ പെങ്ങളെ, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും നമ്മൾ സ്നേഹിക്കൂല, ഇഷ്ടപ്പെടൂല. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്കില്ല. ആ വഴിയാണ് മഹത്തുക്കളായ മഹിതരായ സമസ്തയുടെ മഹത്തുക്കള്, ഉലമാക്കള് നമുക്ക് കാണിച്ചു തന്നത്. അല്ലാഹുവേ, ആ വഴിയിൽ മരിക്കുവോളം ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യണേ.
ദുആ ചെയ്യണേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർമ്മിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം, നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. ദുആ ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. ആ റബ്ബിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം, നമ്മുടെ ജമാഅത്ത് ഒന്നും നമുക്ക് മുടങ്ങൂല, ഒന്നും നമുക്ക് നഷ്ടപ്പെടൂല. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കാലത്ത് കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് നേരത്തെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന വയോധികന്മാർ പോലും ഇന്നിപ്പോൾ നേരത്തെ വരലൊക്കെ പോയി, തോന്നുന്ന സമയത്ത് വരാമെന്നുള്ള രീതിയിലായി. കോവിഡ് വരുന്നതിന് മുമ്പൊക്കെ ഒരു 11 മണി മാക്സിമം 11:15 11:30 മണിയാകുന്നതിന് മുമ്പൊക്കെ പള്ളിയിൽ വന്നിരുന്ന് അൽക്കഹഫും അതുപോലെ തന്നെ മറ്റുള്ള സ്വലാത്തുകളൊക്കെ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ജീവിതത്തെ ധന്യമാക്കിയിരുന്ന ആളുകൾ ഇന്നിപ്പോൾ കോവിഡോടുകൂടെ ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോകണ്ട എന്നുള്ള നിയമം വന്നു. പിന്നെ പള്ളിയിൽ പോകലില്ലാതെയായി. ആദ്യകാലത്ത് വലിയ കരച്ചിലായി അല്ലേ, എൻ്റെ ജമാഅത്ത് ഇതുവരെ മുടങ്ങിയിരുന്നില്ല, എൻ്റെ ജുമുഅ മുടങ്ങിയിരുന്നില്ല, വല്ലാത്ത സങ്കടം പറയലും കള്ളക്കണ്ണീരൊക്കെ നമുക്കുണ്ടായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ ഓപ്പണായി. ഇപ്പം അതേ ശീലം തന്നെയായി. പള്ളിയിലേക്ക് പോലെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി. കളിയിനോടുള്ള താല്പര്യം വർദ്ധിച്ചു. അവിടൊക്കെ ജമാഅത്തിനേക്കാളും നിസ്കാരത്തിനേക്കാളും വലുതെന്തായി മാറി? കളിയായി മാറി. സുബഹിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ട് എണീക്കുന്ന ചെറുപ്പക്കാരില്ല. എന്നാൽ 10, 12, 12:30 കളിക്ക് വേണ്ടിയിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോയി കടന്നുറങ്ങിയിട്ട് 12:30 മണിയാകുമ്പോൾ അലാറം വെച്ച് എണീച്ചിട്ട് കളി കാണാൻ വേണ്ടിയിട്ട് ഇഖ്ലാസോടെ എണീക്കുന്ന ചെറുപ്പക്കാരുണ്ട്. സുബഹിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് കടന്നുറങ്ങണം, നീ മറ്റുള്ള സൊറകളിലോ ചർച്ചകളിലോ സംസാരത്തിലോ ഒന്നിലും നിൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്. പക്ഷേ അത് ഈ കളി നടക്കുന്നത് വരെ അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ 11:30, 12:30 മണിയൊക്കെയാണ് കളി നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇശാ നിസ്കരിക്കാൻ നേരെ പോയി കടന്നുറങ്ങാം. 12:30 അലാറം വെക്കുക, എണീക്കുക, കളിയാണ്. ഇതേ അലാറം തന്നെ ഒരു 5 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിയാകുമ്പോൾ എണീച്ച് ബാത്റൂമിലൊക്കെ പോയി റെഡിയായി സുബഹിക്ക് പള്ളിയിലോട്ട് വരാം. എന്നാൽ അതിനോട്ട് നമ്മളെ ചെറുപ്പക്കാരെ കിട്ടൂല, നാട്ടിലുള്ളവരെ കിട്ടൂല. പടച്ചോനെ ഓർമ്മയില്ല, അള്ളാനെ ഓർമ്മയില്ല. ജമാഅത്ത് നടക്കുന്ന സമയത്ത് പോലും നമ്മുടെയൊക്കെ നാടുകളിൽ പലയിടങ്ങളിലും കളി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവർക്ക് വലുത് കളിയാണ്, അവർക്ക് വലുത് ഗ്രൗണ്ടാണ്, അവർക്ക് വലുത് വിനോദമാണ്. സ്കാരമില്ല, ജമാഅത്തില്ല, ഇതിനൊന്നും ശ്രദ്ധയില്ല, ഒക്കെ പോയി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. എന്താ ഖുർആൻ പറഞ്ഞത്? എന്താ ഖുർആൻ പറഞ്ഞത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്മരണകളെ മറന്നുകൊണ്ട് ഭൗതികമായ സുഖലോലുപതയിൽ, കളിയിൽ, വിനോദത്തിൽ, കച്ചവടത്തിൽ ഏർപ്പെടല്ലേ. ഇതൊന്നും ശാശ്വതമല്ലടാ, ഗുണകരമല്ല. എപ്പോഴാണ്
എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര പറയേണ്ടതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത സ്ഥലത്തല്ലേ കഴിഞ്ഞ ദിവസം അപകടത്തിൽ വെച്ചിട്ട് ഒരു സഹോദരിയും ഒരു പൊന്നുമോളും മരണപ്പെട്ടു പോയത്. ഇന്ന് ഞാൻ എന്റെ തളിപ്പറമ്പ് പള്ളിയിൽ ഉമ്മാക്കും ആ മോൾക്കും വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. വാഹനത്തിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന നേരത്ത് അറിയില്ലല്ലോ ഈ വാഹനത്തിലാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ കളിയിലാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ യാത്രയിലാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ നടത്തത്തിലാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ നിസ്കാരത്തോടെയാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ ഭക്ഷണം കടിക്കലോടെയാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ വാഴ് പറയലോടെയാണ് എന്റെ മരണമുള്ളത് എന്ന്, ഈ വാഴ് ശ്രവിക്കലോടെയാണ് എന്റെ മരണമുള്ളത് എന്ന് അറിയില്ല കൂട്ടരെ, അറിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. അറിയില്ല 16-ലാണോ 18-ലാണോ 25-ലാണോ 35-ലാണോ 40-ലാണോ 60-ലാണോ എപ്പോഴാണ് മരണം വന്ന് പിടികൂടുക എന്ന് പറയാൻ പറ്റൂല. ചെറുപ്പക്കാരെ, കണ്ടിട്ടില്ല മോനെ, എത്രയെത്ര മരണങ്ങളാ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത്. നിന്റെ സ്നേഹിതന് ദേലമ്പാടിയിൽ നിന്ന് ചെറുക്കളയിലേക്ക് പോവുകയാണ്, ഈശ്വരമംഗലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത ടൗണിലേക്ക് പോവുകയാണ്. ഫോൺ വിളിച്ചോ, എവിടെയാടാ ഉള്ളത് എന്ന്. ഇതാ ഞാൻ ടൗണിലുണ്ട്, 2 കിലോമീറ്റർ അല്ലേ അവിടെ ഉള്ളത്, അവിടത്തേക്കുള്ളത്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞവനാണ്. വരാൻ കഴിഞ്ഞില്ലടാ. അവന്റെ ശരീരത്തോട് ആത്മാവിനയോടുകൂടെ അവനിക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഒന്ന് വിട പറയാ, ഞാനിതാ പോവുകയാണടാ, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ, എനിക്കെല്ലാം മാപ്പാക്കി തരണേ. ഉമ്മയോടൊന്ന് മാപ്പ് ചോദിച്ച, ഉപ്പയോടൊന്ന് പൊരുത്തപ്പെടിച്ച, ഭാര്യയോട് പൊരുത്തപ്പെടിച്ച, ഭർത്താവിനോട് പൊരുത്തപ്പെടിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, സഹപാഠികളോട് സ്നേഹിതന്മാരോട് പൊരുത്തപ്പെടിച്ച, യാത്ര പറയാൻ പോലും ഒരു സെക്കൻഡ് നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹു മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. വിളിച്ചാൽ എവിടെയാണേലും വിളി കേൾക്കേണ്ടതാണ്, പോകേണ്ടതാണ്. മടക്കമില്ലാത്ത യാത്രയിലേക്കാണ്. അതിനു മുമ്പ് കിട്ടിയതായ ഒരൽപ്പസമയമുണ്ടോ, ആ അല്പസമയത്തിനുള്ളിൽ മോനെ അത് കളിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനുള്ളതല്ല, ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തുലക്കാനുള്ളതല്ല. പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ കേട്ടാൽ ഓടി വരുന്നവരാണോ? തേലമ്പാടി ജുമുഅത്ത് പള്ളിയുടെ പരിസരത്തായിട്ട് ചേർന്ന് നിൽക്കുന്ന എത്ര മറ്റുള്ള പള്ളികളുണ്ട് കൂട്ടരെ. 2 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾക്ക് പള്ളിയുണ്ട്, 3 കിലോമീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട്. പക്ഷേ പുറത്ത് കാണപ്പെടുന്ന ആളുകളെയൊന്നും പള്ളിയിൽ ഇന്ന് കാണാനില്ല. പുറത്ത്
പുറത്ത് ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളുകളെയൊന്നും ഇന്ന് പള്ളിയിൽ കാണാനില്ല. എവിടെയെങ്കിലും കല്യാണപ്പുരയിൽ കാണുന്ന ആളുകളെയൊന്നും ഏതെങ്കിലും വീട്ടിലുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിക്കുന്ന ആളുകളൊന്നും നമ്മുടെ പള്ളിയിൽ കാണുന്നില്ല. അവർക്ക് ജമാഅത്ത് വലുതല്ല, പള്ളിയോട് ആദരവില്ല. അറിയണേ, ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് ഇതിന് ഉത്തരം നൽകാതെ, ജവാബ് നൽകാതെ, ഇജാബത്ത് നൽകാതെ, പള്ളിയിൽ വന്ന് നിസ്കരിക്കാതെ മുഖം തിരിച്ചു നടക്കുന്നവരാരെങ്കിലും ഇവിടെയുണ്ടെങ്കിൽ കൊണ്ടുവരുമടാ. നിന്നാളുകൾ കൊണ്ടുവരുന്നൊരു ദിവസം വിദൂരമല്ലാതെ നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകളെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഇതും ചൊല്ലിയിട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മിഹ്റാബിന്റെ പരിസരത്ത് വെക്കുന്നൊരു സമയം ഒരു ദിവസം വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴാണ്, എന്നാണ്, എങ്ങനെയാണെന്നൊന്നും പറയാൻ നമ്മൾക്ക് കഴിയില്ല. ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് ഈ മുസല്ലയെ ഒന്ന് പരിചയപ്പെടാനുണ്ടടാ. ആദ്യത്തെ സൊഫിനെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. അത് പൂർത്തിയായാൽ രണ്ടാമത്തെ സൊഫിന് പ്രതിഫലമുണ്ട്, അതിനെ പരിചയപ്പെടാനുണ്ട്. അത് പൂർത്തിയായാൽ മൂന്നാമത്തെ സൊഫിന് പ്രതിഫലമുണ്ട്, അവിടെ പരിചയപ്പെടാനുണ്ട്. നാളെ നീ ചെന്ന് ചലനമറ്റ നിന്റെ ശരീരത്തെ കൊണ്ടുവന്നിട്ട് മയ്യത്ത് കട്ടിലിന്റെ മുകൾ ഭാഗത്തുള്ള മേൽക്കൂരെ അങ്ങ് മാറ്റിയിട്ട് അവിടെ കിടത്തുന്ന നേരത്ത് മോനെ, ആ മുസല്ല നിനക്ക് വേണ്ടിയിട്ട് വിങ്ങുന്നതാവണം, ആ മുസല്ല നിനക്ക് വേണ്ടിയിട്ട് കരയുന്നതാകണം, ആ മുസല്ല നിനക്ക് വേണ്ടിയിട്ട് സങ്കടം പറയുന്നതാകണം, ആ മുസല്ല നിനക്ക് വേണ്ടിയിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ സാക്ഷി പറയുന്ന മുസല്ലയായിട്ട് മാറണോടാ. അതിനെ ചെയ്യേണ്ടത് എന്താണ്? ഗ്രൗണ്ടിലുള്ള ഒരു മണൽ തരിയും നിനക്ക് ഗുണത്തിന് നാളെ സാക്ഷി പറയൂല, നിനക്ക് ഗുണമായിട്ട് വരൂല. ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയാ അവിടെ നിനക്കൊന്നും ആ മണ്ണൊന്നും നിനക്ക് ഗുണം കിട്ടൂല. നേരെ മറിച്ച് ഇവിടെയുള്ള മണ്ണിൽ വന്നിട്ട് നീ നിസ്കരിച്ചാൽ, അല്ലാഹനെ ഓർത്താൽ, പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും നേടാ. റബ്ബിനെ ഓർത്തുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടാത്ത അതിന്റെ മുറ പോലെ നിർവഹിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, പുറയിലുള്ള പൊമ്മക്കളെ നല്ലോണം ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ സ്മരണകള് ആ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ നല്ലോണം കൊടുക്കണേ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആൺപെൺ ഭേദമില്ലാത്ത രീതിയിൽ ഇടകലർന്നൊക്കെ യാത്ര ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങള് ആധുനിക തലത്തിലുള്ള ഉന്നതരായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം നമ്മുടെ ആദർശത്തെയും സംസ്കാരത്തെയും ഈമാനിനെയും കെടുത്തിക്കളയാൻ പറ്റുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നാടുകളിൽ കൊണ്ടുവരുമ്പോ, കലാലയങ്ങളിൽ കൊണ്ടുവരുമ്പോ, നമ്മുടെ പെമ്മക്കൾ അതിൽ വന്ന് ചെന്ന് ചേരാതെ, അതിൽ പോയി വീഴാതെ സംരക്ഷിക്കാൻ, ആ മക്കളെ ഈമാനുള്ളവരായി മാറാൻ, അല്ലാഹനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ, അന്യപുരുഷനെ മരിക്കുവോളം അന്യപുരുഷനായിട്ട് തന്നെ കാണാൻ ആ രീതിയിൽ അവരോട് പെരുമാറുന്നവരായിട്ട് ഈമാനിക ബോധമുള്ള മക്കളായി വളർത്താൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പൊമ്മക്കളെ ശീലിപ്പിക്കണേ. സുബഹി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണേ. എന്റെ രക്ഷിതാക്കളെ, 40 കഴിഞ്ഞിട്ട് ഇന്നും പള്ളിയിൽ വരാനുള്ള ബോധമില്ലാത്തവര്, ഒന്ന് സുബഹി കണീച്ചിട്ട് പള്ളിയിലേക്ക് പോകണമെന്ന് തോന്നാത്തവര്, ഇനി നിങ്ങൾ നന്നാകൂല. 40 കഴിഞ്ഞിട്ട് 50-60 എത്തിയ ആളുകള് പള്ളിയുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇല്ല, ഇനിയൊരു സൂര്യോദയമുണ്ടാകുമ്പോ പള്ളിയും നിസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കാമെന്ന് നിങ്ങൾ മോഹിക്കണ്ട. കൽബ് മുരടിച്ചു പോയ ആളുകൾക്ക് ഒരു ദിവസമല്ല, 10 ദിവസമല്ല, 100 ദിവസം വഅദ് പറഞ്ഞിട്ട് പ്രയോജനമില്ല. നന്നാകണേ,
നാളെ നമ്മെ താങ്ങിപ്പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളുകള് ദേലമ്പാടിയിൽ വെച്ചിട്ട് പറയണം സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ നിഷ്കളങ്കരായി സുബഹിക്ക് ഇമാമത്തിന് വേണ്ടിയിട്ട് വന്നു നിൽക്കുന്ന ഉസ്താദ്, നാട്ടിൽ വെച്ച് സുബഹി നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ഒരാള് മരിച്ചു കഴിഞ്ഞാൽ സങ്കടത്തോടെ ഓർക്കുമല്ലോ, നാട്ടുകാരോട് പറയുമല്ലോ, ഞാൻ വന്നിട്ട് 2 കൊല്ലമായി 3 കൊല്ലമായി ഇവിടെ ഖത്തീബായി സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ സുബഹി ജമാഅത്ത് മുടങ്ങിയത് എന്റെ ഇക്കാക്കാക്ക്, ഈ ഹാജിക്കാക്ക് സുബഹി ജമാഅത്ത് മുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ഉറങ്ങിപ്പോയ ദിവസം പോലും പള്ളിയിൽ വന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. പോരെ കൂട്ടരെ, സ്വാലിഹീങ്ങളായ 4 ആളുകള് ഒരാളെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞാൽ അവരാഖിറത്തിൽ രക്ഷപ്പെട്ടവരാണ്, വിജയിച്ചവരാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് ഖൽബ് കൊടുക്കണേ, ഹൃദയം അല്ലാഹുവിനെ സമർപ്പിക്കണേ. എന്നിട്ട് രണ്ടാമതായിട്ട് അല്ലാഹുവിനോട് തേടുന്നത് ശുക്രിക, അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യാൻ എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. റബ്ബിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിർത്താതെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? കുറഞ്ഞ സമയം എനിക്കുള്ളൂ എന്ന കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറഞ്ഞു തീർക്കുമ്പോൾ തങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നന്ദിയുള്ളവരാകണം. അല്ലാഹുവിനോട് നന്ദിയുള്ളവരെന്ന് പറഞ്ഞാൽ പടച്ചോനെ ഓർത്തുകൊണ്ട് അവനിക്ക് നന്ദി കാണിക്കുന്നവർ എപ്പോഴും അല്ലാഹനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. 1. രണ്ടാമതായിട്ട് അല്ലാഹനെ സ്തുതിച്ചോണ്ടേയിരിക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതിപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് വയറ് നിറഞ്ഞാൽ വരെ, ദാഹം തീർന്നാൽ വരെ ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മുടെ വായി അനുകൂല. ഭക്ഷണം കഴിച്ചിട്ട് ഏമ്പക്കിട്ടാൽ പോലും തേക്കിട്ടാ പോലും അൽഹംദുലില്ലാ പറയാൻ നമ്മളെ കൊണ്ടാകുന്നില്ല. പടച്ചോനെ സ്തുതിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ നന്ദിയുടെ ഭാഗമാണ്, അവനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് മല്ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ, ജനങ്ങൾക്ക് നന്ദിയില്ലാത്തവൻ, അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ജനങ്ങളോട് നന്ദി വേണം. ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. നാവ് കൊണ്ട്, കൈകൊണ്ട്, സമ്പത്ത് കൊണ്ട്, അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളെ കൊണ്ടൊന്നും മറ്റുള്ളവർക്ക് ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. ആർക്കും ദോഷമില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. ഇന്ന് കൊടുവാളും കത്തിയും ഗുലുമാലും കത്തിക്കുത്തും ഒക്കെ നടത്തുന്നത് നമ്മുടെ വിഭാഗവും, അതും അള്ളാന്റെ പള്ളിയിലും. സുജൂദ് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, റുക്കുവും പടച്ചോന് വേണ്ടി, കുത്തിയവനും കുത്തപ്പെട്ടവനും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്, സ്വലാത്തൊക്കെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? നന്ദിയില്ല, നന്ദിയില്ല, നന്ദിയില്ല. ജനങ്ങൾ നന്ദിയില്ലാത്തവരായ പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഭൂമിയിൽ കിട്ടൂല. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ കാരുണ്യം അവൻ ഉയർത്തിക്കളയും. റഹ്മത്തുണ്ടാവൂല, അദാബുകൾ ഇറങ്ങും, പടച്ചറബിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്തു വേണം? കുടുംബത്തിനോട് നന്ദിയുള്ളവരാകണം, ബന്ധങ്ങളോട് നന്ദിയുള്ളവരാകണം, അയൽവാസികളോട് നന്ദിയുള്ളവരാകണം. മരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾക്കും ഞാൻ ഒരാളോട് മാപ്പ് ചോദിക്കാനുണ്ട്, പൊരുത്തപ്പെടിക്കാനുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഞാൻ ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ആർക്ക് ഇടങ്ങേറായിട്ടില്ല, ഭാരമായിട്ടില്ല, ആർക്കും ഞാൻ ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. എനിക്കൊരാളോട് പൊരുത്തപ്പെടിക്കാനില്ല. ഏറ്റവും വലിയ ജീവിതം എന്ന് പറയുന്നത് അതാണ്. എന്നെക്കൊണ്ട് ഒരാൾക്ക് ശല്യമില്ല, ഞാൻ അങ്ങനെ ജീവിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോൾ ഇവിടെ കുടുംബത്തിനോട് തന്നെ ചൊടിച്ചവരുണ്ടാവും. ഏട്ടൻ അനിയനെ തമ്മിലും ഉണ്ടൂല, ആങ്ങളും പെങ്ങളും തമ്മിലും ഉണ്ടൂല, സ്വത്ത് തർക്കം, വഴി തർക്കം, അല്ലേ? പോകാനുള്ള വഴി കൊടുക്കൂല, വണ്ടി കൊണ്ടുപോകാനുള്ള വഴി കൊടുക്കൂല, പിടിച്ചു വെക്കാണ്. 1 സെന്റ്, 1/2 സെന്റ്, 1/4 സെന്റ്, 5 സെന്റ്, 10 സെന്റ് പിടിച്ചു വെക്കാണ്. ഉപ്പാന്റെ കുടുംബം, ഉമ്മാന്റെ കുടുംബം മിണ്ടൂല. ഭാര്യക്ക് കിട്ടാനുള്ള സ്ത്രീധനം കിട്ടിയില്ല, ഇതുവരെ മിണ്ടിയിട്ടില്ല.
മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഓക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടിയില്ല. അപ്പം ആ കുടുംബമായിട്ട് ബന്ധമില്ല, കേസായി ഗുലുമാലായി. ഇയാളെ വിചാരം എന്താണ്? കുറെ സ്വർണവും പൈസയും ഈ സ്ഥലവും ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ, എന്തുണ്ടാക്കാനാ? ദുനിയാവിൽ ഇങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് എന്ത് നേടിയെടുക്കാനാ? എത്ര കോടീശ്വര പ്രഭുക്കളായ ആളുകൾ നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി കൂട്ടരെ. അവരെന്ത് നേടിയിട്ടാ പോയത്? എന്തും കൊണ്ടാ അവര് പോയത്? ചിന്തിക്കണ്ടേ നമ്മള്? എന്നിട്ട് ഭൂമി പിടിച്ചു വെക്കുന്നവരുണ്ട്, കുടുംബത്തിനോട് സ്നേഹമില്ലാത്തവരുണ്ട്, തമ്മിൽ മിണ്ടാത്തവരുണ്ട്, പള്ളിയിൽ വരരുതവര്, നിസ്കരിക്കരുതവര്, ദുആ ചെയ്യരുത് അവര്. ഹജ്ജിന് പോയിട്ട് പ്രയോജനമില്ല, നിസ്കരിച്ചിട്ട് പ്രയോജനമില്ല. കുടുംബത്തിനോട് മിണ്ടാത്തവൻ ഈമാനില്ല, വിശ്വാസിയല്ല അവൻ. കുടുംബത്തിനോട് പിണങ്ങിയവൻ വിശ്വാസിയല്ല. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. ദുനിയാവിന് വേണ്ടിയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ, സ്വത്തിന് വേണ്ടിയല്ലേ? നിങ്ങൾ ആലോചിക്കേ, ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ കുടുംബത്തിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കുടുംബത്തിനോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ എത്ര വലിയ ഹാജിയാരായാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ സയ്യിദായാലും ഈമാൻ കിട്ടൂല, ആഖിബത്ത് നന്നാകൂല, മലക്കുകളുടെ സഹായം ഉണ്ടാകൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്കറിയുമോ, സമസ്തയുടെ ഉന്നത ശ്രേഷ്ഠരായ മഹത്തുക്കള് അവരെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയവരാ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ലീവ് എടുക്കാറില്ല. പട്ടിക്കാട് കോളേജിലൊക്കെ നിങ്ങളൊക്കെ ഉസ്താദല്ലേ, ഇവർക്കറിയാം ലീവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവൂല. ദർസിന്ന് കോളേജിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തുപ്പേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തോർത്തിലേക്ക് തുപ്പിയിട്ട് പുറത്തു പോയിട്ട് വരുന്ന നേരത്ത് അത്രയും സബക്കെടുക്കാലോ ക്ലാസ് എടുക്കാലോ എന്ന് ചിന്തിച്ചിട്ട് അത്രയും സെക്കൻഡുകൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് സൂക്ഷ്മതയോടുകൂടെ ക്ലാസ് എടുത്ത ഉസ്താദാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. കുടുംബ സന്ദർശനം കഴിഞ്ഞിട്ട് ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പണ്ഡിതനായിരുന്ന നീലേശ്വരം ഖാദിയായിരുന്ന മഹ്മൂദ് മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവരും കാളമ്പാടി ഉസ്താദും കണ്ടുമുട്ടാണ്. വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് സുഖവിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് കാളമ്പാടി ഉസ്താദ് പറയത്ര, ഞാൻ വരുന്ന വഴിക്കൊരു ഒരു തോടുണ്ടായിരുന്നു, തോട്ടിൻ്റെ മുകളിലൊരു പാലമുണ്ട്, ആ പാലം ചവിട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വല്ലാണ്ട് പേടിച്ചോയി, വീണോന്ന് പേടിച്ചോയി. ചവിട്ടി നടക്കാനുള്ള സൗകര്യം നല്ല ഉറപ്പൊക്കെ ഉണ്ട് ആ പാലത്തിന്. പക്ഷെ പേടിച്ചത് ഈ പാലത്തിനെ ഓർത്തിട്ടല്ല, പിന്നെ ഏത് പാലത്തിനെയാണ്? മശ്റയിലൊരു പാലമുണ്ട്, സിറാത്ത് പാലമുണ്ട്. ചിന്തിച്ചു പോയത്രേ മഹ്മൂദ് മുസ്ലിയാരെ, ഈ പാലത്തിന്റെ മുകളിൽ തന്നെ കാലെടുത്തു വെക്കുമ്പോ എന്റെ കാലിന് വിറയലുണ്ടായിട്ടുണ്ട്, കാല് വല്ലാതെ വിറച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കോടതിയിലുള്ള അവിടുത്തെ സിറാത്ത് പാലത്തിന്റെ അവസ്ഥയോ വല്ലാത്ത പേടിയാകുന്നു. ഒരു വഖത്ത് നമസ്കാരം പോലും നഷ്ടപ്പെടുത്താതെ 24 മണിക്കൂറും അല്ലാഹനെ ഓർത്തുകൊണ്ട് കിട്ടുന്ന സമയമെല്ലാം ഇൽമിന് വേണ്ടിയിട്ട് ചെലവഴിച്ച് അല്ലാഹനെ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉമ്മത്തിന് വരദാനമായി നൽകിയ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അവരെ ചിന്തിച്ചത് ആഖിറത്തിലെ സിറാത്ത് പാലത്തിനെ ഓർത്തിട്ടാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാണ്, ഒരു ആശ്വാസമുണ്ട്, ചെറിയൊരു സമാധാനമുണ്ട്. കുടുംബ സന്ദർശനം നൽകിയ ആളുകള്, നടത്തുന്ന ആളുകള്, കുടുംബത്തെ സന്ദർശിക്കുന്ന ആളുകള്, അവരെ ചെന്ന് കാണുന്ന ആളുകള്, അൽഹംദുലില്ലാഹ് സിറാത്ത് പാലത്തിൽ അവരുടെ കാലുകൾക്ക് വിറയലുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കണ്ടിട്ടുണ്ട്, ആശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ,
എത്ര കൊല്ലമായി കുടുംബത്തിനോട് പിണങ്ങി നിൽക്കുന്നു, എത്ര കൊല്ലമായി അയൽവാസികളുമായിട്ട് പിണങ്ങി നിൽക്കുന്നു. സംഘടനാപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും അതവിടെ നിൽക്കട്ടെ. മുസ്ലിം എന്നുള്ള നിലക്ക് കണ്ടാ സലാം പറയൽ ബാധ്യതയാണ്, മടക്കലൊരു ബാധ്യതയാണ്. അവനിക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ സഹായിക്കൽ അനിവാര്യമാണ്. വല്ല ആവശ്യവും വന്നുപോയാ സഹായിക്കൽ അനിവാര്യമാ. അവിടെ എന്റെ എതിർ സംഘടനയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചുകൂടാ, മാറ്റി നിർത്തിക്കൂടാ. തിരിഞ്ഞു നോക്കണേ. ആളുകളുമായിട്ട് ഹൃദയബന്ധമുണ്ടാകണേ. പ്രത്യേകിച്ച് കുടുംബത്തിനോട് ബന്ധം പുലർത്തണേ. അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് കുടുംബ ബന്ധം മുറിക്കല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരോടെങ്കിലും ചൊടിച്ചിട്ടുണ്ടെങ്കിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നാകണേ ഉമ്മ. രോഗിയായപ്പോഴല്ല നമ്മൾ ചെന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ രോഗികളായി നിൽക്കുന്ന സമയത്തല്ല അവര് വന്നിട്ട് നമ്മളെ പൊരുത്തപ്പെടിക്കേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത്, മനസ്സ് നന്നായി നിലകൊള്ളുന്ന സമയത്ത്, മനസ്സ് നല്ലതുപോലെയുള്ള സമയത്ത് പരസ്പരം നല്ല സ്നേഹബന്ധമുണ്ടാകണേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നിലനിൽക്കാത്തവരാരാണെന്നറിയണോ? കുടുംബ ബന്ധം പുലർത്താത്തവരാണ്. അവരിൽ ഇസ്ലാമില്ല. അവര് മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ കൊണ്ട് മാത്രമാവൂല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ, വാള് കേൾക്കുന്ന കൂട്ടത്തിൽ, കുടുംബത്തിലോ അയൽപക്ക ബന്ധങ്ങളിലോ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ചൊടിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കണേ. നാളത്തേക്ക് മാറ്റിവെക്കല്ല. കാരണം എന്തേ? നാളെ സുബഹി നേരത്തായിരിക്കും ചിലപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഫോൺ കോള് പള്ളിയിലേക്ക് വരുന്നത്. ഉസ്താദേ, ഉമർച്ച മരിച്ചിരിക്കുന്നു, അബൂബക്കർച്ച മരിച്ചിരിക്കുന്നു, മമ്മാലിച്ച മരിച്ചിരിക്കുന്നു, ഇന്നലെ വേദന വന്നതാ, ഇന്നലെ 2 മണിക്കൂർ ഇവിടെ ഇരുന്നവരാ, ചീരണി വാങ്ങിയിട്ട് പോയതാ, വീട്ടിൽ ചെന്ന് ബാത്റൂമിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് കിടന്നതാ. കിടന്ന കിടത്തത്തിൽ തന്നെ അല്ലാഹുവിന്റെ വിളിയങ്ങ് വന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഏത് ബെഡിലാണ്, ഏത് കിടക്കയിലാണ്, ഏത് തലയിണയിലാണ് സൈലന്റ് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോകുന്നതെന്ന് പറയാനൊക്കൂല. പെങ്ങളെ, എപ്പോഴാണ് കുഴഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഭാരമാകാതെ, കുടുംബത്തിന് പ്രയാസകരമുള്ളതൊന്നും പറയാതെ, ചെയ്യാതെ, ചിന്തിക്കാതെ അവരോട് സ്നേഹമുള്ളവരായി മാറണേ. ഒരേ ഒരു നിമിഷം അല്ലാഹനെ ഓർത്തുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നന്ദിയുള്ളവരായാൽ, ഇതുവരെ ചെയ്ത നിസ്കാരം കുടുംബത്തിനോട് ചൊടിച്ചത് കൊണ്ട് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇതുവരെ ചെയ്ത അമലുകളൊന്നും അല്ലാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? കുടുംബത്തിനോട് പിണങ്ങിയവരിൽ നിന്ന് ചെറിയ ഒരു അമല് പോലും അല്ലാഹു സ്വീകരിക്കൂല. കേൾക്കണോ? ഇന്നത്തോടുകൂടെ നിങ്ങൾ നന്നായിട്ട് കുടുംബത്തിനോട് പിണക്കങ്ങളൊക്കെ തീർത്തിട്ട് ഈ രാത്രിയിലങ്ങ് കടന്നിട്ട് പ്രഭാതം പൊട്ടിവിടരും മുമ്പ് മരണപ്പെട്ടു പോയാൽ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا
അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. മരണസമയത്ത് ഇവിടെയുള്ള ഉസ്താദിനെ സഹായിക്കാൻ കഴിയില്ല. മരണത്തിന് മുമ്പും ഞങ്ങൾക്ക് ഒരുപക്ഷെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരൂല. എന്നാൽ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് കൂട്ടരെ. ആരാണെന്നല്ലേ? നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവര് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളോട് കൂടെയുണ്ട്. മലക്കുകൾക്ക് എന്തെന്നില്ലാത്ത ദുഃഖമാ. പടച്ചോനെ ആരെയും വെറുപ്പിക്കാതെ ജീവിച്ച മനുഷ്യനാണ്. ആരോടും പടക്കമില്ലാതെ ജീവിച്ച മനുഷ്യനാണ്. ആരോടും അസൂയ വെക്കാതെ ജീവിച്ച മനുഷ്യനാണ്. മനസ്സ് എന്തോരു നിർമ്മല മനസ്സാണ്. എന്തോരു നല്ല മനസ്സിന്റെ ഉടമയാണ്. അല്ലാ, നീ അങ്ങ് ഇഷ്ടം വെച്ചു പോയല്ലോ റബ്ബേ. ഇനി ഇതുപോലെ ഈ കുടുംബത്തിൽ മറ്റൊരാളില്ലല്ലോ അല്ലാ. ഇയാളെ പോലെ നല്ല മനസ്സുള്ളവനെ, ഇവളെ പോലെ നല്ല മനസ്സുള്ളവള് ഈ കുടുംബത്തിൽ വേറെ ഇല്ലല്ലോ അല്ലാ. മലക്കുകൾക്ക് ദുഃഖമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾ ദുഃഖിക്കുകയാണ്. നല്ലവരായ ജിന്നുകൾ ദുഃഖിക്കുകയാണ് കൂട്ടരെ. എന്നാ നാട് നീള ഫിത്തനകൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി. വീട്ടുകാർക്ക് വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, അയൽവാസികൾക്ക് വേണ്ട. നിങ്ങളെ കാണുന്നതും നിങ്ങൾ വന്ന് കയറുന്നതും നിങ്ങളൊന്ന് സംസാരിക്കുന്നതും നിങ്ങളൊന്ന് ചിരിക്കുന്നതും ആർക്കും ഇഷ്ടമല്ല. അത്രത്തോളം മോശമാണ്, മലീമസമാണ് നിങ്ങളുടെ മനസ്സ് എന്നുള്ളത്. അങ്ങനെ ജീവിച്ചു പോയാൽ ഫമാ ബകത അലൈഹിമുസ് സമാഉ വൽ അർള്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടിയിട്ട് കരയുന്നില്ല. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടിയിട്ട് തേങ്ങുന്നില്ല. നന്നാകണേ, കുടുംബ ബന്ധം നന്നാക്കണേ, സുഹൃബന്ധം നന്നാക്കണേ, അയൽപക്ക ബന്ധം നന്നാക്കണേ. ആരോടും പണക്കമില്ലാതെ ജീവിക്കണേ. സ്വഹാബത്തിന്റെ മാതൃക അതാണ്. താബീങ്ങളുടെ മാതൃക അതാണ്. ഇമാം ഷാഫിഈ തങ്ങളെ പഠിപ്പിച്ചതാണ്. നബവി ഇമാം പഠിപ്പിച്ചതാണ്. അബൂ ഹുറൈറ തങ്ങളെ പഠിപ്പിച്ചതാണ്. ബുഖാരി ഇമാം പഠിപ്പിച്ചതാണ്. അബൂ ഹനീഫ ഇമാം പഠിപ്പിച്ചതാണ്. കഴിഞ്ഞുപോയ മഹത്തുക്കളെല്ലാം അവരെ ബന്ധങ്ങളെ സൂക്ഷ്മതയോടെ കൊണ്ടുപോയവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ നന്ദിയോടെ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ അവന് പ്രകാശമാണ്. ഖബറിൽ അവന് കുടുംബം വന്ന് ചേരുന്നതാണ്. അവനെ കൂട്ടുകാരായിട്ട് ഇവിടുന്ന് ചേർത്ത് വെച്ച ബന്ധങ്ങള് അവന്റെ ഖബറിൽ വന്ന് ചേരുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ ബന്ധങ്ങൾ നല്ലതുപോലെ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അത് കുടുംബത്തിലാകട്ടെ, അയൽപക്കങ്ങളിലാകട്ടെ, അത് സംഘടനാപരമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ വഴിയിലാകട്ടെ. എന്നെ വല്ലാതെ കുറ്റം പറഞ്ഞവരാണ്, എന്നെ വല്ലാതെ തെറി പറഞ്ഞവരാണ്, എന്നെ വല്ലാതെ അവഹേളിച്ചവരാണ്, എന്നെ ഉപദ്രവിച്ചവരാണ്, എനിക്കെതിരെ കേസ് കൊടുത്തവരാണ്. ശരിയാണ്, പക്ഷെ ഞാനതെല്ലാം അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു, വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ഈ ഒരു നല്ല മനസ്സ് ഏതൊരാൾക്കാണോ ഉള്ളത്, അവര് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നതാണ്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെയൊക്കെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. മരിക്കോളം നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. അപ്പോഴും ദുആ ചെയ്യണം, പടച്ചോനെ എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ. മക്കളെ സ്വഭാവം, ഓളെ സ്വഭാവം, അല്ലെങ്കിൽ ഓൻ്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ. ആർക്കും എന്നെ കൊണ്ടൊരു ഇടങ്ങേറുണ്ടാകരുത്.
ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകരുത്. ചിന്തിക്കാൻ നമുക്ക് കഴിയണം, എന്നിട്ട് നന്നാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതം നന്നാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മുടെ കുടുംബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഫിത്നകളോ കുറവുകളോ ഒക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം, വേണ്ടടാ, എന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്, അവരെന്തേലും ആയിക്കോട്ടെ, അല്ലാഹു നമുക്ക് കണക്കാക്കിയത് പഠിച്ചോ മരിക്കുന്നതിൻ്റെ ഇടയിൽ തരാതിരിക്കൂലല്ലോ, നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്. ഭാര്യ വീട്ടിൽ നിന്ന് അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഭർത്താവ് തടയണം, ഭർത്താവ് പറയുമ്പോൾ ഭാര്യ തടയണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റുള്ളവരെ കുറിച്ചൊന്നും നമ്മൾ കുറ്റം പറയരുത്, ഗീബത്ത് പറയരുത്, പരദൂഷണം പറയരുത്. കുടുംബത്തിനെ കുറിച്ച്, അയൽവാസികളെ കുറിച്ച്, നാട്ടിലുള്ളവരെ കുറിച്ച്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ഇടപെടുന്ന ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. താറടിക്കാണ്. ഉലമാക്കൾ എന്നുള്ള ബോധമില്ലാതെ, പണ്ഡിതന്മാർ എന്നുള്ള ബോധമില്ലാതെ, സുബ്ഹാനല്ലാഹ്, നമുക്ക് തോന്നിയതുപോലെ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നൊരു കാലമാണിത്. തോന്നിയതെല്ലാം എഴുതി വിടുന്ന കാലമാണിത്. ഒരു എഴുത്തുകൊണ്ട്, ഒരു സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദ്രവമായാൽ രക്ഷപ്പെടൂല നമ്മൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സൂക്ഷിക്കണം. ആരെയും അഭിമാനം കളങ്കപ്പെടുത്തരുത്. സയ്യിദുനാ റസൂലുള്ളാഹി രക്തത്തിന്റെ വിലയല്ലേ പഠിപ്പിച്ചത് അഭിമാനത്തിന്? ആയുസ്സിന്റെ വിലയല്ലേ പഠിപ്പിച്ചത് അഭിമാനത്തിന്? അഭിമാനം സംരക്ഷിക്കണം. എല്ലാവരുടെയും അഭിമാനം നമ്മൾ സംരക്ഷിക്കണം. ആരെയും കുറ്റവും കുറവും പറയരുത്. വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയുകയോ മെസ്സേജ് അയക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് നമ്മൾ. അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. ഇന്നത്തെ കാലത്ത് നല്ല മരണങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ എന്താണ്? നമുക്ക് തോന്നിയതൊക്കെ പറയാൻ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ എന്ന് കരുതിയ കാലമാണ്. വാട്സപ്പിൽ വോയിസ് ഇടാം, മെസ്സേജ് അയക്കാം, എഴുതാം, ഫേസ്ബുക്കിൽ എഴുതാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് വേണ്ടതുപോലെ ലൈവ് കൊടുക്കാം. എല്ലാറ്റിനും സൗകര്യമുണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളോട്, ചെറുപ്പക്കാരോട് പറയുവാനുള്ളത്, ഇടപെടേണ്ട രീതിയിൽ നമ്മൾ കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സംഘടനയിലാകട്ടെ, ദീനിൻ്റെ വഴിയിൽ പടച്ച റബ്ബ് പറഞ്ഞ രീതിയിൽ ഇടപെടാൻ നമ്മൾക്ക് കഴിയണം. എൻ്റെ ഇടപെടലിൽ ഒരാൾക്കും ബുദ്ധിമുട്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. വലിയ വിഷയമാണത്. അല്ലാഹു സ്വഭാവം നന്നാക്കി തരട്ടെ. ഇത് ശുക്റിൻ്റെ ഒരു ഭാഗമാണ്. ജനങ്ങളോട് നന്ദി ഉണ്ടാവുക എന്നുള്ളത്, ജനങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളത് ഉണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ ഈമാനോടെ മരണം ഉണ്ടാവൂല. ഈമാനോടെ മരണം ഉണ്ടാവൂല. അല്ലാഹുവേ, നിനക്കുള്ള ഇബാദത്തിനെ ഭംഗിയാക്കാൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. ഇബാദത്തുകളെ നന്നാക്കുക. തിരക്ക് പിടിച്ച് ധൃതി പിടിച്ചിട്ടൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ ഒഴിവാക്കി ഒന്ന്, അല്ലാഹുവേ, എൻ്റെ ഇത് ലാസ്റ്റ് ഇശ ആയിരിക്കും, പടച്ചോനെ നാളെ ഇശ നിസ്കരിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നാളെ ഇശ നിസ്കരിക്കുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ എൻ്റെ മയ്യത്തും കൊണ്ടുപോയിട്ട് കബറിൽ വെച്ചിട്ട് നാളെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പുരക്കുന്ന ചോറിക്കുന്നുണ്ടാകും. പറഞ്ഞ മനസ്സിലായോ? ഇന്നലെ ഇശാന് ദേലമ്പാടി പള്ളിയിലുണ്ടായിരുന്നു, ഇന്ന് ഇശാന് ദേലമ്പാടി പള്ളി ഉണ്ടായിരുന്നു. നാളെ രാത്രിയാകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയി ചോറിക്കുന്നുണ്ടാകും. പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്കണം, ഇതെൻ്റെ ലാസ്റ്റ് ഇശാണ്, എൻ്റെ ലാസ്റ്റ് സുബഹയാണ്. അപ്പം നിസ്കാരത്തിൽ താനങ്ങ് ഇഖ്ലാസ് വരും. പടച്ചോനെ, നിൻ്റെ മുമ്പിലാണല്ലോ അല്ലാഹ് ഞാൻ നിൽക്കുന്നത്. അല്ലാഹുവേ, ഭക്തിയോടുകൂടെ, അതിൻ്റെ ആദരവോടുകൂടെ. ഇന്നിപ്പോൾ കാലിന് ചെറിയൊരു മുള്ള അറച്ചാൽ മതി, വലിച്ചോണ്ട് വരും കസേര എടുത്തിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സുഖം തേടി നിസ്കരിക്കുന്നവരാ, സൗകര്യങ്ങൾ തേടി നിസ്കരിക്കുന്നവരാ അല്ലേ? കാലിന് ചെറിയൊരു മുള്ളുണ്ടായാൽ മതി, പിന്നെ കസേര വന്ന്. പള്ളി ഉദ്ഘാടനത്തിന് മുമ്പേ പള്ളിയിലേക്ക് എത്തുന്ന സാധനമാണിപ്പോൾ കസേര. ചെറിയൊരു ജലദോഷം വന്നാൽ മതി, മൂക്കൊലിപ്പുണ്ടായാൽ മതി, അപ്പാട് കസേര നിസ്കാരം തുടങ്ങി. നിസ്കാരം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൊണ്ട് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. എന്തേലും ആയിക്കോട്ടെ, പക്ഷേ
നിൽക്കുന്ന സ്വഫനാകട്ടെ മറ്റുള്ളതിനൊക്കെ ഒരു ഇടങ്ങേറ് പിടിച്ച രീതിയിൽ നിസ്കരിക്കുക. ഭാരമാണ് നിസ്കാരമൊക്കെ. 5 വഖത്ത് നിസ്കാരം എന്ന് നമുക്ക് വലിയ ഭാരമാണ്. അതിനെ ഭംഗിയോടെ നിർവഹിക്കാൻ പറ്റുന്നില്ല. വലിയ ഭാരമാണ്, വലിയ ഭാരമാണ്. പള്ളിയിലേക്കൊക്കെ വിളിച്ചാൽ തന്നെ പള്ളി ഉസ്താദ് ജുമാ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ തന്നെ വരൂല അല്ലേ, വരാൻ നേരം ഉണ്ടാവില്ല. എന്നാൽ അതേ പള്ളിയിലത്തെ ഉസ്താദിന് എന്തെങ്കിലും പേരിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഇന്നലെ വരെ വരാത്തവൻ വരും ചെയ്യും. പള്ളിയിലെ മുറ്റത്ത് തോനുണ്ടാവും. മനസ്സിലായില്ലേ? പള്ളിയിലേക്ക് ആ ഉസ്താദ് പലവട്ടം പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ, നിസ്കാരത്തിന് വന്നിട്ടില്ല എന്നാൽ എന്തോ കേസോ എന്തോ പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പള്ളി ഇവിടെ ഈ ഇന്റർലോക്ക് ചെയ്ത സ്ഥലത്തേക്കും പള്ളി കോലായിലേക്കും കയറി വരാൻ ഇന്നലെ വരെ പള്ളിയിലേക്ക് വരാത്തവൻ വരെ ഉണ്ടാവും ആ കൂട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ വയലായത് കൊണ്ടാണ് ഇല്ലാത്തത്. വേറെ നിങ്ങളെ കുഴപ്പമെന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ വെറുതെ ഒരു മെസ്സേജ് ഇട്ടോക്കെ കുഴപ്പമെന്ന് ഇടാം. ഇല്ലാത്ത ആൾക്കാരൊക്കെ വരും. ഇനിയിപ്പോൾ ചോറ് കൊടുക്കാനാവുമ്പോൾ തന്നെ ഏറെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കയറും ചെയ്യും. പുറത്തുള്ള ആളുകളൊക്കെ അതുവരെ അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താ. ചോറ് കിട്ടിയാലേ നമ്മൾ സ്വർഗത്തിൽ കയറുള്ളൂ. അങ്ങനെ ചില ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ചോറുണ്ടെങ്കിലേ സ്വർഗത്തിൽ കയറൂ. ആട്ടെ, അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനും മരിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കൊണ്ടുപോയി കഴിക്കുന്നതൊരു ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള ചീരണിയാണ്. ഇത് മശായിഖുമാരെയും ശൈഖുന ശംസുൽ ഉലമയൊക്കെ അനുസ്മരിച്ച സദസ്സിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. വലിയ അനുഗ്രഹമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റബീഉൽ ആഖിർ മാസത്തില് റബീഉ ശംസി എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ ദാരിമിമാര് നടത്തിയ ശംസുൽ ഉലമയുടെ അനുസ്മരണ പരിപാടിയിൽ അതിൽപ്പെട്ട ഒരു ദാരിമി ഉസ്താദിന്റെ ഭാര്യക്ക് ഹാർട്ടിന് പ്രശ്നം വന്നിട്ട് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണം, 2 ദിവസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പും കൂടി ചെയ്തിട്ട് ഓപ്പറേഷൻ നിർബന്ധമായിട്ട് അന്നേരം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വാട്സപ്പിൽ വന്നിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് ഒരു 500 രൂപ ശംസുൽ ഉലമാന്റെ ആ പരിപാടിക്ക്, അനുസ്മരണ പരിപാടിക്ക് ഉസ്താദ് കൊടുത്തു. അയാൾക്ക് സമാധാനമായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു 500 കൂടി കൊടുത്തു. 1000 രൂപ നേർച്ചാക്കി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പോയി പിറ്റേ ദിവസം ചെക്കപ്പ് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളിപ്പോൾ മരുന്നിനെ കഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇന്നത്തെ വർഗത്തിനോട് ഇതിങ്ങനെ പറഞ്ഞേ നിങ്ങൾ എന്നോട് പറയില്ലേ? ചെറുപ്പക്കാരൻ നിന്നിപ്പോൾ നമ്മളെ അല്ലേ തൂക്കിലേറ്റൂലേ? ഉണ്ടായ സംഭവമാണ്. കഴിഞ്ഞ മാസം നടന്ന സംഭവമാണിത്. എത്ര അത്ഭുതങ്ങളാണ് മഹാനരായ ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ. അവിടുത്തെ വഫാത്തിന് ശേഷം ആഹൃദയവുമായിട്ട് ജീവിതവുമായി നമ്മൾ ബന്ധപ്പെട്ട് അവിടത്തോട് ഇഷ്ടം വെച്ച് മഹബത്ത് വെച്ച് സദസ്സിലിരുന്നു കൊണ്ട് അവരെ ഓർത്തുകൊണ്ട് ദുആ ചെയ്തതിന്റെ പേരിൽ, അവരുടെ മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് ചീരണി കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന്റെ പേരിൽ എന്തെല്ലാം നേട്ടങ്ങളാ ഉണ്ടായിട്ടുള്ളത്. വലിയ വലിയ മാരകമായ രോഗങ്ങൾ വഴിമാറിപ്പോയി, അത്ഭുതങ്ങൾ ഉണ്ടായി. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാര് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. അള്ളാഹു അവർക്ക് സഹായിക്കാതിരിക്കൂല, അവരെ കൊണ്ട് സഹായിക്കാതിരിക്കൂല. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അനുഗ്രഹിക്കട്ടെ. ബന്ധങ്ങൾ ഉണ്ടാകണം. കാരണം ഇവരൊക്കെ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായവരാണ്. അള്ളാഹുവായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായവരാണ്. പടച്ച റബ്ബുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായവരാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ്, എൻ്റെ ഉസ്താദും കൂടിയാണ് നന്ദിയില്. ഒരു സംഭവം പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. ഉസ്താദിന് വലിയ പ്രയാസവും ടെൻഷനും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഉസ്താദ് ഇങ്ങനെ ചിന്തിച്ചതിൽ പടച്ചോനെ, എനിക്കൊരുപാട് മശായിഖന്മാരും വലിയ വലിയ ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ ഞാൻ അറിയുന്ന, എൻ്റെ അവസ്ഥകൾ അറിയുന്ന ആളുകളൊക്കെ എനിക്കുണ്ടായിട്ട് പടച്ചോനെ, മശായിഖന്മാരെ കൊണ്ടൊന്നും എൻ്റെ ബുദ്ധിമുട്ട് പ്രയാസമൊന്നും തീരുന്നില്ലല്ലോ അല്ലാ എന്ന റൂമിലിരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, മനസ്സുകൊണ്ട് ചിന്തിച്ചു. അൽഹംദുലില്ലാഹ് തങ്ങൾ ഇങ്ങോട്ട് വേദിയിലേക്ക് കടന്നു വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ
وجب الشكر علينا يا رسول الله الله ما دعا لله داعي يا حبيب الله. അപ്പം എന്താ പറഞ്ഞു വന്നത്? എന്താ പറഞ്ഞു വന്നേ? വളവണ്ണ ഉസ്താദ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ അല്ലാഹുവേ, ഇങ്ങനെയൊക്കെ മശായിഹുമാരുണ്ടായിട്ട് എൻ്റെ വിഷമവും ബുദ്ധിമുട്ടൊന്നും അവർ കാണുന്നില്ലേ അല്ലാ. ഇതിങ്ങനെ ചിന്തിച്ചു. താഴെ റൂമിൽ ശൈഖുന ശംസുല്ലം ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി കാണാം എന്ന് കരുതി, ഉസ്താദിൻ്റെ അടുത്ത് പോകാം എന്ന് കരുതിയിട്ട് വളവണ്ണ ഉസ്താദ് ആരിമി ഉസ്താദ് മുകളിലത്തെ അവരുടെ റൂമിൽ നിന്ന് താഴെയുള്ള ശൈഖുന ശംസുല്ലമ്മൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ശംസുല്ലമ്മൻ്റെ അടുത്തേക്ക് പോയി വാതിലിങ്ങനെ തുറന്നു. ശംസുല്ലമ്മ കണ്ടപാട് പറയാത്രേ, നിങ്ങളെ ടെൻഷനും നിങ്ങളുടെ പ്രയാസമൊക്കെ തീരാൻ വേണ്ടിയിട്ട് മശായിഖമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദാരിമീൻ. എന്താ പറഞ്ഞേ? നിങ്ങളെ പ്രയാസം നിങ്ങളെ ടെൻഷനും ഇതൊക്കെ തീരാത്തതിൻ്റെ പേരിൽ മശായിഖമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണിൽ കാണാത്തതും അൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇടയിൽ നിന്ന് ആ മറ അങ്ങ് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊക്കെ കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും. ആ ഒരു മേഖലയിലേക്ക് ഉയർന്നവരാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ബന്ധങ്ങളൊക്കെ ആത്മീയമായിട്ട് നിലനിർത്തി എപ്പോഴും അവർക്കൊക്കെ ഫാത്തിഹ ഓതി ആ ബന്ധങ്ങൾ നിലനിർത്തി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ബന്ധങ്ങളെ അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ദുനിയാവ് ആഖിറവും നേടുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇന്നലകളിൽ സഹായിച്ചവരുണ്ടാകും. വർഷങ്ങളായി നടന്നു വരുന്ന ഈ അനുസ്മരണ പരിപാടി ഇതിനു വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്നവർ, ഓടി നടന്നവർ, പ്രവർത്തിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും ഉണ്ട്. അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറത്തിൽ വിജയിച്ചവരെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും ഞാൻ ചൊല്ലുന്നത് പോലെ ചൊല്ലുക. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിന് ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ പോകുന്ന വേദികളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ദുആ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പോകും. കാരണം തഹ്സീനുൽ ഖിറാഅ ഉസ്താദുമാരുടെ ഖിറാഅത്തൊക്കെ ശരിയാക്കാനും അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ക്ലാസ് സമസ്ത നൽകുന്ന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ റേഞ്ചിൽ തളിപ്പറമ്പിൽ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ക്ലാസ്സിലേക്ക് എത്താനുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ മംഗലാപുരത്താണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നാളെ 12 ആവും തന്നെ തിരിച്ചിങ്ങോട്ടൊക്കെ വരെയും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോയി ഒരല്പം വിശ്രമിച്ചില്ല എങ്കിൽ ശരീരമാണല്ലോ, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. തങ്ങളുടെ പ്രാർത്ഥനയിൽ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സമയവും ആരോഗ്യവും അതിനെ അനുവദിക്കാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇടയിൽ പോകും. അല്ലാഹു നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ മരിക്കുന്നത് വരെ പ്രാർത്ഥനയിലൂടെ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ക്ഷണിക്കുകയും വരികയും അൽഹംദുലില്ലാ ഉദ്ദേശിച്ച രീതിയിലൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അൽഹംദുലില്ലാ കുറച്ചൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. പടച്ചോനെ ഓർക്കണം. എല്ലാ തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹുവിനെ കുറിച്ചുകൊണ്ടുള്ള ചിന്തകൾ അനിവാര്യമാണ്. ബന്ധങ്ങൾ നന്നാക്കണം. ഈ 2 ബന്ധങ്ങളും നന്നായി കഴിഞ്ഞാൽ ദുനിയാവ് ആഖിറവും നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് തരട്ടെ. ഇതിനു വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടവരോടി നടന്നവർ അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി സ്വർഗത്തോപ്പാക്കി പ്രകാശപൂരിതമാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത കൊല്ലം ഇതിനേക്കാളും വിപുലമായ രീതിയിൽ ഇവിടെ മജ്‌ലിസുൻ നൂറും അതുപോലെ തന്നെ അനുസ്മരണ പരിപാടി വാർഷികമൊക്കെ നല്ല രീതിയിൽ നടത്താൻ സാധ്യമാകണം. അതിന് നിങ്ങൾ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.